രാവിലെ ഒത്തിരി നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. മോള് 2 ദിവസത്തെ ലീവിന് ശേഷം പോവുകയാണ് കേട്ടോ, ഇന്ന് ക്ലാസ് ഉള്ളത് കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ 2-3 ദിവസമായിട്ട് മഴയും തണുപ്പൊക്കെ കൂടിയായി വല്ലാത്തൊരു കാലാവസ്ഥയാണ് അല്ലേ. അങ്ങനെ അവൾ തിരിച്ച് പോയി കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ഞാനിന്ന് കഞ്ഞിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. മഴയത്ത് കഞ്ഞി കുടിക്കാൻ നല്ല രസമാണല്ലോ. അതുപോലെ തന്നെ കപ്പ ഉണ്ടായിരുന്നു, കപ്പപ്പുഴുക്ക് ഉണ്ടായിരുന്നു, പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു, കാന്താരി ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കൂട്ടി കഞ്ഞിക്കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ച കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ചെയ്ത് തീർക്കാനായിട്ട്. പിന്നെ വൈകുന്നേരം ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഇത്തിരി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. സെയിം പാനിലേക്ക് തന്നെ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് വെർമിസെല്ലി ഇതാ വറുത്തെടുക്കുന്നുണ്ട്. ഇത് കേസരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡ്രൈ റോസ്റ്റായിട്ട് വറുത്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതാ ആ ഒരു പാനിലേക്ക് നമ്മൾ കുറച്ച് വെള്ളവും ഇളം ചൂടുള്ള വെള്ളവും പാലും കൂടി മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെർമിസെല്ലി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുക. അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇത്തിരി ഏലക്കാപ്പൊടി, കളറിന് വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ നല്ലൊരു കളറും കിട്ടും, മഞ്ഞ കളർ കിട്ടും. ഇതിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ട് വലിയൊരു മഞ്ഞ കളറില്ല, എന്നാലും ചെറിയൊരു കളറുണ്ടാവും. അങ്ങനെ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി തിളപ്പിച്ച് ലാസ്റ്റ് നല്ലതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു ടൈം വരെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് അടിയിലായിട്ട് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് വറുത്തിട്ടുള്ള ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലിലേക്കായിട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചൂടാറിയിട്ട് ഉണ്ടാവും. അരമണിക്കൂറിനോട് വെക്കുകയാണെങ്കിൽ നല്ലതുപോലെ ചൂടാറിയിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ളൊരു സേമിയ കേസരിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.